ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മഷ്റൂം മസാല ആയിട്ടാണ് കേട്ടോ. മുൻപ് ഞാൻ ഈ ചാനലിൽ തന്നെ മഷ്റൂം മസാലയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു റെസിപ്പി അല്ല കേട്ടോ ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് സവാള ഈ ഒരു പരുവത്തിലായിരുന്നു ചേർത്ത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് അവരെ വഴറ്റുക. എന്നിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് വഴറ്റിയ ശേഷം ജീരകം, പെരിഞ്ജീരകം, ഉലുവ, കുരുമുളക്, മല്ലിപ്പൊടി, പിന്നെ 2 വറ്റൽമുളക് ഇത്രയും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ആ നേരം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സംഭവത്തിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിക്കുക. ഇനിയെല്ലാം നന്നായി മൂത്ത് നല്ലൊരു മസാലയുടെ സ്മെല്ലൊക്കെ അടുക്കള മൊത്തം പരക്കണ സമയത്ത് നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് ഇളക്കാം. മഷ്റൂമിൽ നന്നായിട്ട് മസാലയൊക്കെ ഇങ്ങനെ പെരണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, മഷ്റൂം വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ മഷ്റൂം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് നന്നായി അതൊന്ന് തിളച്ചിങ്ങനെ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്തുണ്ടല്ലോ അതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാനുണ്ട്. അപ്പോൾ തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകുള്ള 1-2 എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മഷ്റൂം മസാല എരിവ് ഇത്തിരി മുന്തി നിൽക്കുന്ന തരത്തിലുള്ളൊരു കറിയാണ് കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ ഉടഞ്ഞൊന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളത് അടച്ച് വെച്ച് വേവിക്കുന്നത്. എന്നിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞാൽ പുളിയൊക്കെ അതിൽ പിടിക്കും. ഇതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് വെള്ളമൊക്കെ ഈ ഒരു പരുവത്തിൽ വറ്റുമ്പോഴാണ് തുറക്കേണ്ടത്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഗ്രേവി കുറച്ചധികം വേണ്ടവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് പൂരി, ചപ്പാത്തി, നാൻ, പറാത്തയുടെ കൂടെ മാത്രമല്ല വേണമെങ്കിൽ പുട്ടിൻ്റെയും ചോറിൻ്റെയും കൂടെ വരെ കഴിക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഈസി മലയാളം റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.